നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് കെ ശൈലജ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുന്ന പതിവ് CPIM-നില്ല. തെരഞ്ഞെടുപ്പിനായി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നും ശൈലജ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയാണല്ലേ? അതിനെന്തൊരു സംശയം? കഴിഞ്ഞ 2 ടേമിലുള്ള ഭരണം എത്ര ഭംഗിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. എന്തെല്ലാം പുതിയ പദ്ധതികൾ. കേരളത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രി ഒറ്റക്കല്ല, മന്ത്രിസഭയാകെയുണ്ട്, LDF ആകെയുണ്ട്. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഭാവനയും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പും പ്രധാനമായിരുന്നില്ലേ? അതിനെന്താ സംശയമുള്ളത്? അപ്പോൾ അത്ര ഭംഗിയായി നയിക്കുകയും വർത്തമാന കേരളം മാത്രമല്ല, ഭാവി കേരളത്തെ കണ്ടുകൊണ്ട്, അതാണ് ഫ്യൂച്ചർ, അതാണ് ഈ വിജ്ഞാന കേരളം, എങ്ങനെ നമ്മുടെ കേരളത്തെ സുസ്ഥിരമാക്കാം എന്ന് കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്ത് അതിനെ കൃത്യമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലാതെ ആരാ നയിക്കേണ്ടത്? ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇത്തവണ? ഞങ്ങൾ ഒരിക്കലും നേരത്തെ പറയാറില്ല അങ്ങനെ, അതൊരു ശീലമേ അല്ല. അതുകൊണ്ട് ഇന്നയാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഇന്നയാൾ മന്ത്രി സ്ഥാനാർത്ഥി, ഇന്നയാൾ MLA, ഇതൊന്നും പറഞ്ഞിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാവരും MLA സ്ഥാനത്തിൽ മത്സരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ആരാണ് മന്ത്രി ആരാണ് മുഖ്യമന്ത്രി എന്നൊക്കെ അന്നാണ് നിശ്ചയിക്കുക. എന്നാൽ UDF അങ്ങനെയല്ല. ഞാനാകണം എന്നാണല്ലോ അതിലെ മത്സരം. ഇപ്പോൾ ഞങ്ങളെ പാർട്ടിക്കകത്ത് ആരെങ്കിലും അങ്ങനെ മത്സരിക്കുന്നത് വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ തന്നെയാണ് യോഗ്യൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. LDF ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കണ്ടിട്ടുണ്ടോ? അപ്പുറത്ത് 5-6 പേരെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയാവാൻ ഞാനാണെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയും പ്രസ്ഥാനവും അവിടെ 5 പേരുണ്ട്. ഇവിടെ ഇനി തുടർ ഭരണം കിട്ടിയാൽ ഏറ്റവും യോഗ്യതയുള്ള ആൾ ആരാണ്? 100 പേരുണ്ട്. അവിടെ 5 പേരേ ഉള്ളൂവെങ്കിൽ ഇവിടെ 100 പേരുണ്ട്. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് കെ ശൈലജ പറയുന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ, നറേറ്റീവ് ഉണ്ടാക്കാനാണ് ശ്രമം നടക്കുന്നത്. അതിന് LDF അണികളോ പാർട്ടിയോ സന്നദ്ധമാകില്ല. ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല എന്നും പോളിസിയാണ് പ്രധാനമെന്നും കെ ശൈലജ പറഞ്ഞു. വനിതാ മുഖ്യമന്ത്രി സാധ്യത എങ്ങനെ കാണുന്നു ടീച്ചർ? ഇത് കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഒരു പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ്. കേട്ടില്ലേ? ഞങ്ങളാരും ആ ചോദ്യത്തിലൊന്നും അല്ല ഇപ്പോഴുള്ളത്. ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ത്രീകളെ എല്ലാ മേഖലയിലും വളർത്തിയെടുക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ വളരെ ശക്തമായി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇപ്പോൾ നിലവിലുണ്ട്. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യം തീരുമാനിക്കുന്നത് LDF ആണ്. ആ LDF ചർച്ച നടത്തി ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കും. ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇപ്പോഴില്ല. നമുക്ക് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല. 2 തവണ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇത് ഒരു സാധ്യതയും ഇല്ലാത്ത ചോദ്യം എന്ന് ടീച്ചർ പറയുന്നു. ടീച്ചറിനെ പോലെ സാധ്യതയില്ലെന്ന് പറഞ്ഞത് ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അതാണ് വാചകങ്ങൾ പിടിച്ച് വ്യാഖ്യാനിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരെ. രേണുക, കേട്ടില്ലേ? അപ്പോൾ അങ്ങനെയല്ല തർക്കിക്കേണ്ടത്. മുൻപ് അവസരം ഉണ്ടായിരുന്നു എന്നിട്ട് തഴഞ്ഞു എന്നൊക്കെ പറയുന്നതിനും ഒരു തെളിവും നിങ്ങളെടുത്തില്ലല്ലോ. നിങ്ങൾ ഊഹിക്കുകയാണ് എന്താണ് ചർച്ച നടന്നത്, അതിൽ ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം, ഇതൊന്നും നിങ്ങളെടുത്തില്ല. ഞാൻ പറയട്ടെ, ഇല്ല. ഇത് വളരെ പ്രധാനമാണ്. എന്താണ്? ഒരു രാജ്യത്തെ നയിക്കുന്നത്, ഒരു സംസ്ഥാനത്തെ നയിക്കുന്നത് പോളിസിയാണ്. ഞങ്ങൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സ്ത്രീകൾ ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, എന്നാൽ അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളും കൂടി സപ്പോർട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചവരാണോ ഞങ്ങൾ? അല്ലല്ലോ. അതുകൊണ്ട് പോളിസിക്കാണ് പ്രധാനം. ഇപ്പോൾ ഈ ചോദ്യം തികച്ചും അസംബന്ധമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ ശൈലജയെ ഉയർത്തിക്കാട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട്. പാർട്ടിയിലുമുണ്ട്, പുറത്തുമുണ്ട്. ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ കയറി നോക്കിയോ? നിങ്ങൾ പുറത്തിരിഞ്ഞ് മെനയുന്ന കാര്യമല്ലേ? പാർട്ടിക്കകത്ത് അങ്ങനെയുണ്ടെന്നാണ് പറയണമെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് അകത്ത് കയറി ചർച്ച പങ്കെടുക്കണ്ടേ? പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് ബ്രാഞ്ചിൽ ചർച്ച നടത്തുന്നവരാണോ നിങ്ങൾ? അല്ലല്ലോ. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് ഇപ്പം ഒരു നെറേറ്റീവാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾ ഉൽപ്പാദിപ്പിക്കലോ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കലോ ആണ്. അതിനൊന്നും LDFൻ്റെ അണികളും സന്നദ്ധരാവില്ല, ഞങ്ങളുടെ പാർട്ടിയും സന്നദ്ധാവില്ല, LDF സന്നദ്ധാവില്ല. കേട്ടോ? അത് നിങ്ങളുടെ എല്ലാം ഈ എന്താ പറയുക, ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല. ഇപ്പം എന്താ പ്രധാനം? ഈ കേരളത്തിൻ്റെ ജീവൻ മരണ പ്രശ്നമാണ്.
രണ്ട് കാര്യം അതിലേക്ക് വരുന്നതിന് മുമ്പ് വരട്ടെ. കേരളത്തിന്റെ ടീച്ചറെ അനുകൂലിക്കുന്ന, ടീച്ചറെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ നടത്തുന്ന പറയുന്ന കാര്യങ്ങളെ പോലും ടീച്ചർ ഭയക്കുന്നത് എന്തിനാണ്? ഞാനൊന്നും ഭയക്കുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ എന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാളോട് മാത്രമാണ് ഇഷ്ടമെന്ന് വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ മാധ്യമത്തിൻ്റെ ഒരു ശീലമാണ്. അതല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ആളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരോട് എനിക്കും ഇഷ്ടമാണ്, അവരിങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വേറെ ആരും ഇഷ്ടപ്പെടുന്നവരില്ല എന്ന് കരുതുന്നതാണ് മൗഢ്യം. അങ്ങനെ ഞാനും കരുതിക്കൂടാ. ഞാനങ്ങനെ കരുതേണ്ട ഒരാളേ അല്ല. യെസ്, ഞങ്ങളുടെ പ്രതിനിധി MG രേണുകയാണ് KK ശൈലജയെ അഭിമുഖം നടത്തിയത്. MG രേണുക തന്നെ തത്സമയം ചേരുന്നുണ്ട്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ കേരളത്തിന് ആദ്യമായ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചത് KR ഗൗരിയമ്മയിലൂടെയായിരുന്നു. കഴിഞ്ഞ തവണ ഒരു ഭരണ തുടർച്ചയിലേക്ക് പോകുമ്പോൾ പോലും ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ സാധ്യത ഉണ്ടായിരുന്നു. അവിടെ KK ശൈലജയുടെ പേര് ഉയർന്നു കേട്ടു. ഇനിയൊരു പക്ഷേ ഇടതുമുന്നണി അധികാരത്തിലേറിയാൽ അങ്ങനെയെങ്കിലും കേരളത്തിലൊരു ചരിത്രം പിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ തള്ളിക്കളയുന്നത് KK ശൈലജ തന്നെയാണ്. എന്തൊക്കെ സമീപകാല രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് ശൈലജ പറയുന്നത്? തീർച്ചയായും KP അഭിലാഷ്, ശൈലജ ടീച്ചറിന്റെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ആളുകൾ അറിയാനും നമുക്ക് ചോദിക്കാനുമുള്ളത് വനിതാ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യത്തിന് ശേഷമാണ് നമ്മൾ ആ ചോദ്യത്തിലേക്ക് എത്തുന്നത്. അതിന് ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇത്തവണ സഭ ചേർന്ന രണ്ടാം ദിവസം സഭയിൽ നിന്ന് പ്രതിപക്ഷം ആദ്യം വരുന്നതിന് പകരം ഭരണപക്ഷം ആദ്യം വരികയും അതിന്റെ ഭാഗമായി KK ശൈലജ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അത് KK ശൈലജയെ മുൻനിർത്തി ഒരു സർജിക്കൽ സ്ട്രൈക്കിന് ഇടതുപക്ഷം തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളാണ് എന്നൊക്കെ തരത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഈ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ വീണ്ടും ഈ ഒരു ചോദ്യം KK ശൈലജയോട് ചോദിക്കുന്നത്. അപ്പോൾ വെറും അപ്രസക്തമായ ചോദ്യം, ഒരു പ്രസക്തിയുമില്ലാത്ത ചോദ്യം എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയാണ് KK ശൈലജ ടീച്ചർ ചെയ്തിരിക്കുന്നത്. ടീച്ചർ പറയുന്നു, സഭയിൽ പാർട്ടിയുടെ ചീഫ് വിപ്പാണ് ഞാൻ മാധ്യമങ്ങളെ കണ്ടതിൽ എന്താണ് തെറ്റ്? അത് പറയാനുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഇടതുപക്ഷ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു, അവർ സംസാരിച്ചതിന് ശേഷമാണ് താൻ സംസാരിച്ചത്. അത് നേരത്തെ നിശ്ചയിച്ചത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയെ മുൻനിർത്തി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തേണ്ടുന്ന ആവശ്യമൊന്നും ഇടതുപക്ഷത്തിനില്ല. ഇടതുപക്ഷം ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് വോട്ട് പേടിച്ചാൽ മാത്രം മതി തുടർഭരണം ഉറപ്പാക്കാൻ എന്നതാണ് KK ശൈലജ ടീച്ചർ പറയുന്നത്. അതിന് ഏതെങ്കിലും ഒരു തരത്തിൽ സർജിക്കൽ സ്ട്രൈക്കോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടുകയോ ചെയ്യേണ്ടുന്ന കാര്യമില്ല എന്ന് KK ശൈലജ ടീച്ചർ പറയുന്നു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. പോളിസിയാണ് പ്രധാനം. അപ്പോൾ ആ പോളിസിയുടെ തുടർച്ചയാണ് വേണ്ടത്. അതിന് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ ആളുകളെ ഉയർത്തിക്കാട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്ലെയിം ഉണ്ടാവുകയോ ചെയ്യുക എന്നതല്ല പ്രധാനം എന്ന് ടീച്ചർ പറയുന്നു. ഒപ്പം തന്നെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ്. അത് അഭിപ്രായ വ്യത്യാസം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു നരേറ്റീവിലേക്ക് മാധ്യമങ്ങൾ പോകുന്നത് എന്നതാണ് KK ശൈലജ ടീച്ചർ പറയുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രസക്തിയുമില്ലാത്ത ചോദ്യമാണ്. ഇപ്പോൾ മത്സര രംഗത്ത് ആരും ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയല്ല മത്സരിക്കുന്നത്. അത് താൻ മാത്രമല്ല, ഒരാൾക്കും ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തിനോ മന്ത്രിസ്ഥാനത്തിനോ മുഖ്യമന്ത്രി സ്ഥാനത്തിനോ MLA സ്ഥാനത്തിനോ വേണ്ടിയാണ് താൻ ഈ രംഗത്തുള്ളത് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും MLA-മാരാകാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്നതേ ഉള്ളൂ. അതിനപ്പുറമുള്ള സ്ഥാനങ്ങൾ എന്താണ് എന്ന കാര്യം പാർട്ടി പിന്നീട് ആയിരിക്കും തീരുമാനമെടുക്കുക. ഇടതുപക്ഷവും പാർട്ടിയും ഒക്കെ യോഗം ചേർന്നായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. തൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെയും കാര്യത്തിൽ ആ രീതിയിൽ തന്നെയാണ് തീരുമാനമുണ്ടാവുക എന്നതാണ് KK ശൈലജ ടീച്ചർ പറയുന്നത്. വനിതാ മുഖ്യമന്ത്രി ആകാനുള്ള രണ്ട് സാധ്യതകൾ അത് നേരത്തെ ഉണ്ടായിരുന്നു. ആ രണ്ട് ഘട്ടത്തിലും നമുക്കറിയാം, കേരൻ തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞാണ് 87-ൽ ഇലക്ഷനിലേക്ക് പോകുന്നത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് ശേഷം ആ സാധ്യതകൾ ഇല്ലാതെയായി. KR ഗൗരിയമ്മയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. 96-ലേക്ക് എത്തുമ്പോൾ EK നായനാർ മത്സരരംഗത്ത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകുമെന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് EK നായനാർ മുഖ്യമന്ത്രിയാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു, അന്ന് നടന്ന ചർച്ചകൾ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളോട് ആര് പറഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങളാണ് KK ശൈലജ തിരിച്ചു ചോദിച്ചത്. അതേപോലെ തന്നെ പാർട്ടിയിലും പുറത്തുമൊക്കെ ഒരു വിഭാഗം ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോഴും അതേ ചോദ്യം തന്നെ KK ശൈലജ തിരിച്ചു ചോദിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടികളിലുള്ളവരുടെ ചിന്ത നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്? നിങ്ങൾ രഹസ്യമായി പാർട്ടിക്കുള്ളിലുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അറിയുന്നുണ്ടോ എന്ന മറുചോദ്യമാണ്
കെ ശൈലജ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ടീച്ചർ ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരം ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ അവരുടെ ആഗ്രഹം തുറന്നു പറയുമ്പോൾ ടീച്ചർ എന്തിനാണ് അതിനോട് പ്രതികരിക്കാൻ പോലും ഭയപ്പെടുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തനിക്ക് ഭയമൊന്നുമില്ല, തന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നത് തനിക്ക് ഇഷ്ടമാണ്, താൻ ഈ രീതിയിലൊക്കെ ആകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നു. പക്ഷേ വ്യക്തികളല്ല പാർട്ടിയിൽ പ്രധാനം. ഒരു സ്ഥാനത്തേക്കും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പാർലമെന്ററി മോഹങ്ങളോടെയല്ല ആളുകൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കുന്നവരെ എനിക്കിഷ്ടമാണ്, എനിക്ക് തുറന്നു പറയുന്നതിലും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ പോളിസിയാണ് പ്രധാനം, അതിൻ്റെ തുടർച്ചയാണ് പ്രധാനം. അതിൽ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഒരു തീരുമാനവും പാർട്ടി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്നതാണ് കെ ശൈലജ പറയുന്നത്. യെസ്, ഇതാണ് കെ ശൈലജ പറയുന്നത്. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും നയിക്കുക. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു ശീലം ഇടതുപക്ഷത്തിനില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളിലും അവർ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന്, അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നതാണ് കെ ശൈലജ പറഞ്ഞു വെക്കുകയും ചെയ്തത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ ശൈലജയുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ പ്രതിനിധി MG രേണുകയാണ് കെ ശൈലജയുമായി അഭിമുഖം നടത്തിയത്.